പെട്ടെന്ന് ദൈവത്തിനെ ശ്രദ്ധയെത്തിരിക്കാം. സമയം പറഞ്ഞു പോകുന്നതുകൊണ്ട് എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 മുതൽ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 15 through 23. ഈ മാസം പരിശുദ്ധാത്മാവ് ഈ വർഷത്തെ ചിന്തയുള്ള ബന്ധത്തില്, സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ള ആ ചിന്തയുള്ള ബന്ധത്തില് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ വേലിയിൽ ആശ്രയിപ്പാൻ, ദൈവത്തിന്റെ വേലിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ആ വേലിയുടെ അറിവ് ഒന്ന് വർദ്ധിപ്പിക്കുവാൻ. നമ്മള് ഫിസിക്കൽ പ്രൊട്ടക്ഷൻ അല്ല ഇവിടെ ചോദിക്കുന്നത്, ആത്മീക ഗ്രോത്തിനുള്ള, സ്പിരിച്വൽ ഗ്രോത്തിനുള്ള ഒരു വേലി കർത്താവ് നമുക്ക് ചുറ്റും കെട്ടേണ്ടതിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതിനുള്ള ബന്ധത്തില് എഫെസോസിലുള്ള വിശ്വാസികൾ, അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികൾ, പെർഫെക്റ്റ് ഗുഡ് ബിലീവേഴ്സ് ഇൻ എഫെസസ്, ആൻഡ് അവരെ കുറിച്ച് പോൾ ഹിയർ ചെയ്തു. ഹി ഹേർഡ് അബൌട്ട് ഹി വർക്ക്ഡ് ഫോർ ദം. അവിടെ പ്രവർത്തിച്ചിരുന്ന ദേവദാസനാണ്. എന്നാൽ അവരെ കുറിച്ച് പിന്നീട് താൻ കേട്ടു. ഹൗ ദേ വർ. അവരെ കുറിച്ച് കേട്ടത് they were strong in the faith. വിശ്വാസത്തില് അവര് വിശ്വാസത്തെ കുറിച്ച് കേട്ടു. അവര് അതുപോലെ തന്നെ വിശുദ്ധന്മാരോടുള്ള ലവിനെ കുറിച്ച് കേട്ടു, സെയിൻസിനോടുള്ള ലവിനെ കുറിച്ച് കേട്ടു. കേട്ടപ്പോൾ പോൾ എൻകറേജ്ഡ് ആയിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ആ വചനഭാഗം. ലെറ്റ്സ് റീഡ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15 through 23. എടുത്തവർക്ക് വായിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞാൻ ബ്രേക്ക് ചെയ്ത് വായിക്കുമ്പോൾ തന്നെ ബ്രേക്ക് ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ ചിന്തയിലോട്ട് പോകാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് കേട്ടിട്ട് സ്വന്തം ചെയ്യുന്നു. നിങ്ങളെ കുറിച്ചുള്ള ഇതിനെ കുറിച്ച് കേട്ടു. അപ്പൊ എന്തൊക്കെയാ കേട്ടത്? അവരുടെ വിശ്വാസത്തെ കുറിച്ച് കേട്ടു, അതുപോലെ വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെ കുറിച്ച് കേട്ടു. അപ്പൊ വിശ്വാസം, ഫെയ്ത്ത് വരുമ്പോഴാണ് നമുക്ക് നിൽക്കാൻ പറ്റില്ല, ഇട്ടേച്ച് ഓടും. പ്രശ്നം വരുമ്പോൾ ഡോക്ടർ സ്വന്തം ചെയ്യുന്നു. ഷിനസ് സാക്ഷ്യം കേട്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും വി ഫെൽ സോ മച്ച് പ്രൗഡ് ടുവേർഡ്സ് എന്ന് ചോദിച്ചാൽ അത് വിശ്വാസത്തിന്റെ ആഴമായി. ദെർ ഇസ് നോ ഫെയ്ത്ത്. ലോകമനുഷ്യൻ അത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡിപ്രസ്ഡ് ആയിട്ട്, ആംഗേർഡ് ആയിട്ട് എല്ലാം ബ്രേക്ക് ചെയ്ത് പോകും. വിശ്വാസമുള്ള ഒരു വ്യക്തി അവിടെ എന്ത് ചെയ്യും? ആ കഷ്ടങ്ങളുടെ മധ്യത്തിലും ഹോൾഡ് ഓൺ ചെയ്യും, പിടിച്ചു നിൽക്കും. ചോദ്യം, കുടുംബങ്ങൾ തകർക്കാൻ സമ്മതിക്കത്തില്ല. കുഞ്ഞുങ്ങളോടൊപ്പം ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. അതാണ് വിശ്വാസം. വിശ്വാസവും അതുപോലെ വിശുദ്ധന്മാരോടുള്ള സ്നേഹവും. അത് കേട്ടിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വായിച്ചോങ്കില 16. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ച് ഉള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ട. അവിടെ നിർത്താം, ശ്രദ്ധിക്കണം. അപ്പം ഇവരെ കുറിച്ച് കേട്ടിട്ട് ഇടപെടാതെ പ്രൈസ് ചെയ്യുക. പ്രിയ ഡോക്ടർ, നമുക്ക് കേൾക്കുമ്പോൾ സാക്ഷ്യം വി വോണ്ട് പ്രൈസ് ഗോഡ്. സാക്ഷ്യമാണ്. സാധാ മനുഷ്യന്റെ പ്രതികരണം പോലെ എല്ലാം ഡിഫറെന്റ് ആയിട്ട് വിശ്വാസം കാരണം അത് ആർക്കാ ആരാധന എന്നറിയാമോ? ഗോഡ്. ശിരസല്ല പ്രൈസ് ചെയ്യുന്നത്, കൃപ കൊടുത്ത ദൈവത്തെ സ്തോത്രം. ഇടപെടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയിൽ പ്രാർത്ഥന. ഒന്നാമത്തെ കാര്യം നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ, അതായത് സ്വർഗത്തിലെ ദൈവം, നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. അതിന്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ചുള്ള ആഴമേറിയ നോളജിൽ ജ്ഞാനം, വിസ്റ്റത്തിന്റെയും റെവലേഷന്റെയും ആത്മാവിനെ തരണം. അപ്പം ദൈവത്തെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, ആ ജ്ഞാനത്തിൽ അതിനകത്തൊരു അറിവുണ്ടാകണം. എന്താണ് ആ നോളജിനെ കുറിച്ച് അറിവ്? അതുപോലെ ആ അറിവിൽ ഒരു റെവലേഷന്റെ സ്പിരിറ്റ് റിവീൽ ആകണം. ഹൂ ഗോഡ് ഈസ്. ഞാൻ കാണിക്കാം. അത് തിരിച്ചറിയണമെങ്കിൽ യബേസിനെ നോക്കണം. ജബേസിന് അമ്മ അവനെ എന്നും അവന് പേരിട്ടു. ഞാൻ വേദനയോട് ഇവനെ പ്രസവിച്ചു. പെയിൻ, പെയിൻ. ജബസ് മീൻസ് പെയിൻ. ഇവിടെ പെയിൻ ഇൻ ദ നെക്ക്. അമ്മ അവനോട് കൊടുത്ത പേരാ പെയിൻ. അവരുടെ കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും എല്ലാം അവന് എന്തോ വിളിച്ചേ? പെയിൻ, പെയിൻ, പെയിൻ. പക്ഷെ അവനൊരു റെവലേഷൻ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ വായിക്കുമ്പോൾ അത് ആകപ്പെട്ട 2 വാക്യമുള്ളൂ ഈ പുള്ളിയെ കുറിച്ച്. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട്, ശ്രദ്ധിച്ചോണം, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്നല്ല പറയുന്നത്, ഇസ്രായേലിന്റെ ഗോഡ് ഓഫ് ഇസ്രായേൽ. കാരണം അവനൊരു കാര്യം മനസ്സിലാക്കി, പേര് മാറ്റാൻ കഴിവുള്ളൊരു ദൈവത്തെ കുറിച്ച് നോളജ് മാത്രം പോരാ, നോളജിൽ വിസ്റ്റത്തിന്റെ റെവലേഷന്റെ ഒരു സ്പിരിറ്റ് ഉണ്ട്.
ഒത്തിരി പേര് വചനം നോളജ് PhD ഒക്കെ എടുത്തു പോകാൻ പോയി, പക്ഷെ അതിനകത്ത് റെവലേഷന്റെ സ്പിരിറ്റ് വരുമ്പോഴാണ് പ്രാർത്ഥനയ്ക്ക് പവർ ഉണ്ടാകുന്നത്. വെളിപ്പെട്ട വെളിപ്പാടിൽ അവൻ പ്രാർത്ഥിക്കുന്നത് യബേസ് നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ചത്. അതില് രണ്ട് പേര് പറയാ അവൻ പ്രാർത്ഥിച്ചതിന് യഹോവ അവന് കൊടുത്തു. അതുകൊണ്ട് അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും ഓണറബിൾ ആയി. പകൽക്കാലം ഓർത്തോണ്ടേ. പോൾ ഇവരെ കുറിച്ച് കേട്ടു, ഫെയ്ത്തിനെ കുറിച്ചും വിശുദ്ധ സ്നേഹത്തിൽ കർത്താവേ സ്വർഗത്തിലെ പിതാവായ അങ്ങയെ കുറിച്ചുള്ള ജ്ഞാനത്തിൽ അവൻ അറിവിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും. അപ്പം യബേസ് കണ്ടത് ഗാഡ് ഓഫ് ഇസ്രായേൽ. ഇസ്രായേൽ എന്നുള്ള പേര് എപ്പോഴാണ് ഉണ്ടായത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ജാബോക്ക് എന്ന അവിടെ നമ്മള് അതുവരെയുള്ള അവന്റെ പേരെന്തുമായിരുന്നു? യാക്കോബ് എന്നായിരുന്നു. ആരുടെ പേര്? ജേക്കബ് എന്റെ പേര് അല്ലേ? ജേക്കബ് മീൻസ് ഉപായി, വഞ്ചകൻ, ട്രിക്കറി പേഴ്സൺ. അതുപോലെ ട്രിക്കറിയിലും അവന്റെ കഴിവുകൊണ്ടെല്ലാം ബാലൻസ് ചെയ്യാൻ ഓടിക്കൊണ്ടിരുന്ന പുള്ളിയാ അല്ലേ? എവിടെ നോക്കിയാലും ദൈവത്തിൽ ആശ്രയം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ എപ്പോഴും ബുദ്ധി ഉപയോഗിക്കുന്ന വ്യക്തിയായിരുന്നു ജേക്കബ് അല്ലേ? എവിടെ നോക്കി അമ്മായിപ്പനെടുക്കാൻ പോയപ്പോഴും എല്ലായിടത്തും കാണാൻ പറ്റും തന്റെ ഇത് അതിനകത്ത് കൂട്ടിക്കുഴയ്ക്കാൻ നോക്കും. ദൈവത്തിലെ കരമുണ്ട്, തന്റെ ട്രിക്ക് കൂടെ കൂട്ടിക്കൊടുക്കാൻ നോക്കും. നോക്കിയാൽ മതി. ഇവിടെ ചെല്ലുമ്പോ തന്നെ അമശോത്രം ചെയ്യുന്നു. ദൈവമോനെ വിടുവിച്ചതാ അമ്മായിപ്പന്റെ കയ്യിൽ നിന്ന്. എന്നിട്ട് അവൻ നോക്കുക ചേട്ടനെ പ്ലീസ് ചെയ്യാൻ 1, 2, 3 കൂട്ടം പല പല സമ്മാനങ്ങൾ കൊടുത്ത് പുള്ളി വിചാരം എന്റെ സമ്മാനം കൊണ്ടും അറിവുകൊണ്ടും കാര്യങ്ങൾ നടക്കുമെന്നില്ല. അപ്പോൾ അവസാനം കേട്ടു 400 പേരുമായിട്ട് പുള്ളി അപ്പൊ ഒരു കാര്യം ഇപ്പൊ അന്നേരമൊന്നുണ്ടോ 2 ആദ്യം ഒരു കൂട്ടം മറ്റേ വിട്ടു, എന്റെ പുറകെ ഒരു കൂട്ടം പിന്നെ പറഞ്ഞു ഇനി എന്നെ കൊണ്ട് നടക്കത്തില്ല. തനിക്കുള്ളതൊക്കെ എന്ത് ചെയ്തു? പോണാ പോകട്ടും പോണെന്ന് അക്കരെ കടത്തിയിട്ട് ഇക്കരെ ഹി റിമെയിൻ ബൈ ഹിംസെൽഫ്. അന്ന് രാത്രി മുഴുവനും ഒരു ദൂതനുമായി മല്ല് പിടിച്ചു എന്നാണ് വായിക്കുന്നത്. പക്ഷെ നിങ്ങൾ വായിച്ചു നോക്കണം. മൊസേയയിൽ പറയാ he cried. കരഞ്ഞു. നീ ഒറ്റയ്ക്കാകുമ്പോ അവന്റെ സന്നിധിയിൽ ഇരിക്കാൻ തരും. നിന്റെ കഴിവൊക്കെ അക്കരെ കടത്തിയിട്ട് നിന്റെ സകല നിന്റെ കൊണ്ടുപോട്ടെ നശിപ്പിക്കുന്ന അക്കരെ കടത്തി ഇക്കരെയാണ് ഓടിപ്പോവും. അക്കരെ കടത്തിയിട്ട് ഇക്കരെ he was by himself. ദൈവമായിട്ട് അന്ന് രാത്രി കരഞ്ഞപേക്ഷിച്ചു. It was a wrestling, WWE wrestling ആയിരുന്നില്ല. He cried. പറയാ he cried. എന്ത് പറ്റിയെന്നറിയാമോ? ദൈവം ചോദിച്ചതിന്റെ പേര് എന്തുവാ? ജേക്കബ്. ഉള്ള അവസ്ഥ my name is this. I'm a true person. എന്ന ദൈവം പറയാ ഇനിയും നിന്റെ പേരെന്തോ അല്ല, യാക്കോബ് എന്നല്ല, change it to Israel. അതുകൊണ്ട് ആ ചുമ്മാ വചനം വെളിപ്പാടിന്റെ റെവലേഷൻ വചനം വായിക്കുമ്പോൾ റെവലേഷൻ നമുക്ക് ഉണ്ടാവണം. അപ്പോഴോ ശുദ്ധറ ഇത് ജബേസ് കണ്ടു. അവൻ യാഹ്വേയോടല്ല അവരോട് തന്നെയാ പ്രാർത്ഥിക്കും. പക്ഷെ അവൻ കണ്ടതാറിയ റെവലേഷൻ ഇസ്രായേലിന്റെ ദൈവം. വാട്ട് ഈസ് ദി ഗോഡ് ഓഫ് ഇസ്രായേൽ? പേര് മാറ്റുന്ന ദൈവം. എന്റെ അമ്മ എനിക്കിട്ട പേരാ. യു ക്യാൻ ചേഞ്ച്. ഇവിടെ അതാ പോൾ പറഞ്ഞാവേ നിന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും ദൈവം ഞാൻ ആരെയാ സേവിക്കുന്നത്? അവൻ അത്ഭുതമാണ് ഒത്തിരി കാര്യം. പക്ഷെ നിന്റെ ബന്ധത്തോട് നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത ദൈവത്തെ കാണാൻ ആ റെവലേഷൻ സ്പിരിറ്റ്. അടുത്ത വാക്യം വായിച്ചോ. 1ാമത്തെ പ്രാർത്ഥന ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കൊടുക്കണം ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള അറിവിൽ. അടുത്തത് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും. മതി. അപ്പം അടുത്തത് ഈ ദൈവത്തെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ പുറമേയുള്ള ഔട്ട്സൈഡ് ഐസിന്റെ കാഴ്ചയല്ല കൂടുന്നത്. ഹൃദയദൃഷ്ടി യുവർ ഹാർട്ട് ഐസ് ഓപ്പൺ ആവും. പുറമേയുള്ള കണ്ടല്ല എന്ത് ചെയ്യും? ഇന്ന് പുറമേയുള്ളത് കണ്ടാണ് നമ്മളിങ്ങനെ സ്ട്രെസ് അടിക്കുന്നത്. ഈ ദൈവത്തെ കുറിച്ചുള്ള റെവലേഷൻ പറ്റി യുവർ eyes of the heart will be enlightened. എന്നിട്ട് why did God call me? അപ്പം ആ തുറന്നാലേ ചുമ്മാ വിടുതൽ കാണാനല്ല തുറക്കേണ്ടത്. എന്തിനാ എന്റെ ദൈവം എന്നെ വിളിച്ചത്? മക്കളെ ഉണ്ടാക്കി ഭാര്യയ്ക്കും ഭർത്താവിനും കൊടുത്ത് വീടും നോക്കി ജോലി ചെയ്ത് മരിച്ചു പോകാനാണോ? Is there a purpose behind my God?
വിളിയാൽ ദൈവത്തിന് എന്തായിരുന്നു ആശയം എന്നെ വിളിച്ചപ്പോ എന്റെ അമ്മയുടെ ഉദരത്തില് ഒരു എംബ്രിയോ ആയിട്ട് ഞാൻ ഫോം ചെയ്തപ്പോൾ ആ ജീവനെ ദൈവം അയച്ചപ്പോൾ what was his hope? എന്നെ കുറിച്ചുള്ള ഹോപ്പ്, നിങ്ങളെ കുറിച്ചുള്ള ഹോപ്പ് ആ വിളിയാലുള്ള ഹൃദയദൃഷ്ടി തുറന്നാലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ലോകമനുഷ്യൻ ചിന്ത പോലെ പോകും, നമ്മുടെ ചിന്ത പോലെ പോകും. ദൈവത്തിന്റെ ചിന്ത എന്തായിരുന്നു എന്നെ വിളിച്ചപ്പോ കാലം എന്തിനാ ഞാൻ രക്ഷിക്കപ്പെട്ടത്, എന്തിനാ ഞാൻ സ്നാനപ്പെട്ടത്? എത്ര പേര് റെഗുലറായിട്ട് ജീവിച്ചു പോകുന്നു, നോർമൽ ക്രിസ്ത്യനായിട്ട് എത്ര പേര് പോകുന്നു. പക്ഷെ എന്നെ എന്തിനാ ഈ വചനത്തിനോട് അലൈൻഡ് ആക്കാൻ തക്കൊണ്ട് സെറ്റപ്പാട്ട് ചെയ്ത് എന്തിനാ? ഹോപ്പ്. വിളിയാനുള്ള ആശ ഇന്നതെന്നും അടുത്തത് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. അത് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫസ്റ്റ് ട്രില്യനെയർ ആരാ? ട്രില്യനെയർ അവൻ സ്വന്തം മസ്കിന് അവന്റെ സ്പേസ് എക്സ് എല്ലാം കൂടെ ഏറ്റവും റിച്ചസ്റ്റ് മാൻ അല്ലേ? ഇതൊക്കെയും ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത പോലെ തന്നെയാണ്. നോക്കൂ, മസ്കിന്റെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തവരുടെ എല്ലാ മൂല്യം എന്ത് ചെയ്തു? വർദ്ധിച്ചു. ഇതുപോലെയാണ് ദൈവത്തിൽ എനിക്കും എന്നിലും നിങ്ങളുടെ ഓരോ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. എന്തോ അവന്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളുള്ളത് പുത്തുണ്ട് ജീവൻ, പുത്തുണ്ട് രക്തം, ചങ്കിലെ അവസാനത്തോടെ രക്തം വരെയുമാണ്. ആ വില യു കനോട്ട് ഈവൻ കാൽക്കുലേറ്റ്. അപ്പോൾ നിങ്ങളുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ റിച്ചസ് എന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ സാധാ ആളല്ല. ഈ ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ച ഈ പറയുന്നത് ഞാൻ പറഞ്ഞ മർമ്മ ഇൻവെസ്റ്റ്മെന്റ്. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ട്. ചുമ്മാ പോയി ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമോ? ഇല്ല. പൈസ നഷ്ടപ്പെടുത്താൻ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തു. എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തിട്ട് സ്വന്തം പുത്രനെ എലോഹി എലോഹി ലമ്മാ ശബക്കാനും ചങ്കുപൊട്ടി കരഞ്ഞിട്ടും he just closed his ears and he chopped him for you. അവന്റെ ചങ്കിലെ ലാസ്റ്റ് ഡ്രോപ്പ് ബ്ലഡ് വരെ തന്നു. അൺവർത്ത്, അത് പ്രൈസ്ലെസ് വർത്ത് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താ? വൈ? പുഴുവും കൃമിയുമായ നമ്മുടെ മേൽ എന്തിനാ ഇത്ര വലിയ സ്നേഹം? വൈ? അവൻ സ്വല്പം ഒന്നുകൂടെ വായിച്ചപ്പം തന്റെ വിശുദ്ധന്മാരിൽ അവന്റെ അവകാശം. അതിനർത്ഥം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിലൊരു അവകാശമുണ്ട്. പബ്ലിക് കമ്പനി ആകുമ്പോൾ അവൻ ഓരോ ഓഹരി വാങ്ങുന്നവർക്കും ആ കമ്പനിയിൽ എന്തുകൊണ്ട് അവകാശമുണ്ട്. ഇപ്പം മസ്ക് ആണെങ്കിൽ പറയാം 40% ഇൻവെസ്റ്റഡ്, ആ കമ്പനിയുടെ 40% പുള്ളിയുടെയാന്ന് പറയുന്നത് പോലെ ദൈവം നിന്നിലൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അർത്ഥം നാം താന്താങ്ങൾക്കുള്ളവരല്ല, അവന് വേണ്ടിയുള്ളവരല്ല. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് അവൻ അടുത്തത് അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കണം. അടുത്തത് പറയുക, വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നീ അവന്റെ സ്വന്തമാണ്. അപ്പൊ നിനക്ക് വേണ്ടി നീ അവൻ വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന പവറിന്റെ അത്യന്ത ശക്തി. സാധാ പവറില്ലത്. ഈ പവറിനെ കുറിച്ച് അടുത്ത വേർഡ്സ് പറയുക, ഈ പവർ കൊണ്ടാണ് യേശുവിനെ മരിച്ചവരെ ചെയ്തത്. റോമൻ ഇംപീരിയൽ മുദ്രകൾക്ക് അടച്ചു വെക്കാൻ പറ്റിയില്ല അവന്റെ കല്ലറ. മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റിയില്ല പുത്രനെ. ഈ ശക്തി യേശുവിനെ എക്സർട്ട് ചെയ്തിട്ട് അവനെ മരിച്ചവിടെ എന്ത് ചെയ്തു? സഹോദരി സഹോദരൻ, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഫലത്തിന്റെ പവർ അറിയണം. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഹോപ്പ്ലെസ്സോ ഹെൽപ്ലെസ്സോ അല്ല. അവൻ അറിയേണ്ടതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ശക്തി യേശുവിൽ എക്സെപ്റ്റ് ചെയ്തു. മരിച്ചുവിടുന്നെന്ന് അവൻ എഴുന്നേൽപ്പിച്ചു. എവിടെ എത്തിയെന്നറിയാമോ? സീറ്റഡ് ഇൻ ഹെവൻലി പ്ലേസ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഫാദർ. പിതാവിന്റെ വലത്ത് ഭാഗത്തിരുത്തി സകലവും അവന്റെ കാൽ കീഴാക്കി. ഇന്ന് നിന്റെ മേൽ വാഴുന്ന എവറി ഇഷ്യൂസിനെ നിന്റെ കാൽ കീഴാക്കും. വേഗത്തിൽ സാത്താനെ കാൽ കീഴാക്കി എന്ത് ചെയ്യും? ഇന്ന് നിന്നെ ടോർമെന്റ് ചെയ്യുന്ന. കാരണം സിസ്റ്റർ പറഞ്ഞു, ഇന്ന് വീട് മേടിച്ചിട്ട് ഇത്ര വർഷമായി, അപ്പോൾ പിശാച് ഇഷ്ടപ്പെടുമോ? നീ വീട് മേടിച്ചോ? ഇല്ല. അതുകൊണ്ട് അവൻ എവിടെല്ലാം ഇളക്കാമോ എന്തെല്ലാം ചെയ്യുമോ ചെയ്യും. പക്ഷെ നീ വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടി വിശ്വസിക്കുന്ന, നിനക്ക് വേണ്ടി ട്രസ്റ്റ് ചെയ്യുന്ന, നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയുടെ അളവറ്റ വലിപ്പം
സുതവര നിന്നെ എവിടെ ഇരുത്തും? പിതാവിന്റെ വലത്തുഭാഗത്തിരുത്തും. നീ അറിയത്തില്ല, നിന്നെ ഒരു പ്രശ്നവും തൊടത്തില്ല, നിനക്ക് വേണ്ടി വ്യാപരിക്കും. ഇതറിയണമെന്നൊരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം അതേ പ്രാർത്ഥനയാണ്. കർത്താവേ, ഞാൻ വിശ്വസിച്ചിറങ്ങി എനിക്ക് ചുറ്റുമുള്ള ദൈവത്തിന്റെ വേലി എന്തെന്ന് ഞാൻ അറിയണം. എനിക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ പവർ ഞാൻ അറിയണം. എന്തിനാ? അവൻ വിടുതലല്ല ഞാൻ പറയുന്നത്, ആത്മീകമായി എന്നെ വളർത്താൻ. എവിടെ വരെ വളരാനാ? ക്രിസ്തു ആകുന്ന കാര്യമാണ് വളരാൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോകാൻ സമയമില്ലാത്തത് കൊണ്ട് നോക്കൂ, ദൈവത്തിന്റെ മനത്തില് നമ്മൾ കണ്ടു, വേലിയെ കുറിച്ച് പഠിച്ചപ്പോൾ ഇയ്യോബിന്റെ ചുറ്റും ഒരു വേലി ഉണ്ടായിരുന്നു. കാരണം സാത്താൻ 2 വട്ടം ഇത് പറയുന്നുണ്ട്. ആദ്യ വട്ടം വന്നപ്പോൾ ദൈവം ഇരുന്ന ആ സ്ഥലത്ത് God was sitting and sons of God was sitting there and Satan came, ചോദിച്ചു where are you coming from? ഞാനുള്ള ഊടാടി സഞ്ചരിച്ചു, I mean just wandering around and came. ഉള്ളത് കാര്യം നേരെ പറയത്തില്ല. ഉടനെ ദൈവം ചോദിച്ചു, have you laid your eyes upon my servant, I mean Job? എന്റെ ദാസന്റെ മേലെ അവൻ കണ്ണുവെച്ചു. അന്നേരം വിളിച്ചത് വെറുതെയാണോ അവൻ ഭക്തനായിട്ട് ഇരിക്കുന്നത്? അവനുള്ള സകലത്തിനും ചുറ്റും വേലി പലതാ. നോക്കണേ, പലതാ വേലി. അവൻ സ്വന്തം ചെയ്യുന്നു, അവനുള്ള സകലം. ആ വേലി ഒന്ന് പൊളിക്ക്, തള്ളി തന്നെ കാണാം. നിനക്കറിയാം, വേലി പൊളിച്ചു അല്ലേ? ഫസ്റ്റ് വേലി പൊളിച്ചപ്പോ ഉള്ളതെല്ലാം അവന് പോയി, അവന്റെ മക്കളെയും അവന്. അന്നേരം പുള്ളി എന്ത് പറഞ്ഞു? പ്രാഗിയോ? ഇല്ല, അവൻ സ്വന്തം ചെയ്തു. ദൈവം തന്നു, ദൈവം എടുത്തു, അവന്റെ നാമം പാടുന്നു. അവൻ ഒരു കാര്യം ഓർത്തു, അത് പറയാൻ കാരണം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ വേലി. ദൈവത്തിന്റെ വേലി പൊളിച്ചാൽ വി കനോട്ട് ഈവൻ സ്റ്റാൻഡ്. ഫെയ്ത്ത്, അതോ മർമ്മൻ ഞങ്ങളെ പഠിപ്പിച്ചത് അതെ, അതും യുവർ ഹെഡ് ആണല്ലോ. കാരണം എന്തോ അടുത്ത പിറ്റേ ദിവസം ഇതെല്ലാം കഴിഞ്ഞിട്ട് സാത്താനെ വീണ്ടും ചെല്ലും. അവിടെ നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ. മണ്ണ ദൈവം പറഞ്ഞു, നീ വെറുതെ എന്റെ ദാസന മേൽ കണ്ണു വെച്ചോ, നീ വെറുതെ എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ? അവിടെ പറഞ്ഞു, കണ്ണിനെ കണ്ണമല്ല ഇതൊക്കെ പറയുന്നത്. പറഞ്ഞ തൊക്കിന് മനുഷ്യൻ തന്നെ ജീവന് പോലെ എന്ത് വേണ്ടി നീ അടുത്ത വഴിയോ വിളിക്ക്. Remove the heads around his body or himself. അല്ലെ, വേലി പലതുണ്ടെന്ന് ഓർത്താണോ? അപ്പൊ പറഞ്ഞു, ദൈവം പറഞ്ഞു ഓക്കെ, പക്ഷെ അവൻ ജീവനെ എന്ത് ചെയ്തത്? എപ്പോഴും പറയുമ്പോ പറഞ്ഞു സൂസിയാന്റെ ഇടാ, ബാക്കി ബ്ലഡ് കൗണ്ട് ഒന്നുമില്ല, എങ്ങനെ അത്ഭുതമോ സൈസ് ശാസ്ത്ര അത്ഭുതം. അതെന്തോ അതാണ് എന്റെ ജീവന് ചുറ്റും വേലി. വൈദ്യശാസ്ത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ ബൈബിളിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എന്താ ചിലർ ജീവിച്ചിരിക്കും. കാരണം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വേലി. അവൻ നിങ്ങൾക്കറിയാം, തൊട്ടു ശരീരമെല്ലാം വ്രണമായി, വീട്ടിനകത്ത് പാർക്കാൻ പറ്റും, നാറുക, ഹെഡ് ടു ടോ. അവൻ സ്വന്തം വ്രണം, ഹിസ് തിങ്കിങ്. അവൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് ചാരത്തിനകത്ത് ഒരു ദിവസം എഴുത്തിന്റെ പുറകിൽ കിടക്കുന്ന ചാരം കൊണ്ടിട്ടുന്ന സ്ഥലം അവൻ ട്രോട്ട് കൊണ്ട് ദേഹമെല്ലാം ചുരുണ്ടോ, ഭയങ്കര ചോദിച്ചില്ല. ഓ, അന്നേരം ഭാര്യ പറയാ, എന്തിനാണ് താൻ ഈ വിശ്വാസം പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ തള്ളി പറഞ്ഞ് മരിച്ചു കളയല്ലോ. അമ്മൻ സ്വന്തം ഷാജി ബ്രദറാണെങ്കിൽ അവിടെ ഒരു സഹോദരി. ഉടനെ യോ പറയാ, അതാ വേലി. നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ മാത്രം പ്രാപിച്ചാൽ മതിയോ, തിന്മ കൂടെ? ഇതിലൊന്നിലും വാക്കുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല. അതാ സ്പിരിച്വൽ കൃപയിൽ നിൽക്കാൻ നമുക്ക് ചുറ്റുമുണ്ട് ദൈവത്തിന്. ഞാൻ പറയുന്നത് അവയെ പ്രാർത്ഥിക്കണം, നന്മയോ സൗഖ്യമോ അനുഗ്രഹങ്ങളെക്കാൾ ഉപരി എന്തിനാ? നന്മയ്ക്കും സൗഖ്യത്തിനും വേണ്ടിയല്ല കർത്താവേ, നിന്നെ സ്നേഹിക്കാൻ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും അവൻ സ്വന്തം ചെയ്യുന്ന പൂർണ്ണ ഹൃദയത്തോടും നിന്നെ സ്നേഹിക്കാൻ, നിന്നെ പോലെയാക്കാം. നമ്മളിപ്പോ പ്രാർത്ഥിക്കുന്നത് വേണം വേണ്ട ഞാൻ പറയുന്നില്ല. ഇന്ന് നമ്മുടെ പ്രാർത്ഥന കർത്താവിനോട് നാം അള്ളി പിടിച്ചു നിന്ന ഒരു കാര്യം, നമുക്ക് ചുറ്റും എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അർത്ഥം. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോലും തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവമാണ്. മടങ്ങി വരട്ടെ. അങ്ങനെ നമ്മൾ കണ്ടു, എന്റെ ദൈവനാമം വായിക്കുമ്പോൾ പ്രൊട്ടക്ഷനെ കുറിച്ച് വായിക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. 34-ാം സങ്കീർത്തനത്തില് അവൻ ഇങ്ങനെ പറയുന്നത്, അവന്റെ ഭക്തന്മാർ, അവന്റെ ദൂതന്മാർ അല്ലെ, അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കും.
ഇന്ന് പകൽക്കാലമാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഇസ് ദയർ. ദൈവം അവനെ വായിക്കുമ്പോൾ വേലിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ കാണാൻ കഴിയും. അവൻ സ്വന്തം ചെയ്യുന്നു. സങ്കീർത്തനം 5 കേലബ് 2 ആഴ്ച മുമ്പ് പ്രസംഗിക്കുമ്പോൾ അവൻ സങ്കീർത്തനം 5 എടുത്ത് പറഞ്ഞു. അതിന്റെ അവസാന വാക്യത്തില് ഇങ്ങനെ പറയുന്നു, അവൻ സ്വന്തം ചെയ്യുന്നു, യഹോവേ നീ നീതിമാന് ചുറ്റും അവൻ ദയ കൊണ്ട് ഒരു പരിചയ എന്ന പോലെ അവനെ എന്ത് ചെയ്യും, മറയ്ക്കും. മേഴ്സി, ദൈവത്തിന്റെ മേഴ്സി കൊണ്ട് അവനെ ചുറ്റും. അപ്പോൾ ഭക്തന്മാർക്ക് ചുറ്റും അവന്റെ കരുണയുടെ വേലിയുണ്ട്. അതുകൊണ്ടാണ് വിലാപ പുസ്തകത്തില് അവൻ പുസ്തകങ്ങളുടെ എഴുത്തുകാരൻ പറഞ്ഞു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന അവന്റെ ദയ. അവൻ സ്വന്തം അവന്റെ ദയ രാവിലെ അവൻ രാത്രി തോറും പോയി അവന്റെ വിശ്വസ്ത രാവിലെ പോലും അവൻ പുതിയതും അത്രയും ദൈവത്തെ വചനം പറയുന്നു. അതിനുശേഷം ദൈവത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. 125 സംഗീതം കഴിഞ്ഞ വെള്ളിയാഴ്ച വായിച്ചു. അവൻ സ്വന്തം ചെയ്യുന്നു. ഈ പർവ്വതങ്ങൾ യെരൂശലേമിനെ എന്ത് ചെയ്തിരിക്കുന്നു, ചുറ്റിയിരിക്കുന്നു. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ എന്ത് ചെയ്തിരിക്കുന്നു, ചുറ്റിയിരിക്കുന്നു. കാരണം യഹോവയിൽ ആശ്രയിക്കുന്നവർ അല്ലേ എന്നേക്കും അവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം. Psalm 125 വേഴ്സ് 1 and 2. അത് ആരെ കുറിച്ചാണ് പറയുന്നത്? ട്രസ്റ്റ് ഇൻ ദ ലോർഡ്, ട്രസ്റ്റ് ഇൻ എ കംപ്ലീറ്റ് ഡിപെൻഡൻസ് ഓൺ ദ ലോർഡ്. സ്വയത്തിൽ ആശ്രയിക്കുക. അവരെ കുറിച്ച് പറയുക, അവൻ സ്വന്തം ചെയ്യും പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നത് പോലെ അവൻ യഹോവ തന്റെ ഭക്തന്മാരെ എന്തിയിരിക്കുന്നു, ചുറ്റിയിരിക്കുന്നു. ഉടമനക സഫരാധിക അവൻ ഒത്തോണം ആശ്രയിക്കണം. ചുറ്റുമുള്ളൊരു വേലി അവൻ സ്വന്തം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ദൈവത്തിൽ വായിക്കുമ്പോൾ അവൻ സക്കറിയാവിന്റെ പുസ്തകത്തില് ഒന്ന് വായിക്കാം. സക്കറിയ 2:5. ടേക്ക് സക്കറിയ 2:5. അവൻ സ്വന്തം അഗ്നിവലയം ഇട്ടൊക്കെ സൂക്ഷിക്കണം. നമ്മൾ പ്രാർത്ഥിക്കാതെ ഇത് വരുന്നത് സക്കറിയാവിന്റെ പുസ്തകത്തിലാണ്. വായിച്ചോ. ഞാൻ അതിന് ചുറ്റും തീമതിലാകും. ദൈവം പറയാ അങ്ങനെ ഓർത്തോണം. തീമതിലാകുമ്പോൾ God will become glory in your midst. അല്ലേ? ശ്രദ്ധിച്ചോണം. ഞാൻ ഒത്തിരിയുണ്ട്, ബൈബിൾ ഒത്തിരിയാവും. നമുക്ക് പറയാൻ സമയം ഇത് അവസാനത്തെ ഞായറാഴ്ച പെട്ടെന്ന് പറഞ്ഞുവിടാൻ നോക്കുക. ചൊവ്വാഴ്ച കൊണ്ട് നമുക്ക് ഇതെങ്ങനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ചിന്തയോട് ചിന്തിക്കണം. തീമതിലായി നിന്നെ പരിപാലിക്കും. തീമതിലായി നിൽക്കുമ്പോൾ അവൻ നിന്റെ മധ്യ മഹത്വമായിട്ട് എന്ത് ചെയ്യും? He will reveal yourself as glory. Hallelujah. സമയമില്ല. അവൻ സ്വന്തം ഇതേ തീമതിൽ നിങ്ങൾ കാണാൻ പറ്റും. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിങ്ങൾ പോകുമ്പോൾ അവൻ ദൈവത്തെ മനം പഠിക്കുമ്പോൾ 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തില് 6-ാം രാജാവിന്റെ സൈന്യം വന്ന് അവൻ ആ മല എലീശ പ്രവാചകൻ പാർക്കുന്ന ആ മല, അത് ശിഷ്യന്മാരുടെ സ്കൂളൊക്കെ ഇരിക്കുന്ന ആ മല വന്ന് മൊത്തം വളഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി ഒരു പ്രവാചകനുണ്ട്, ഇവൻ വിഷനിൽ കാര്യങ്ങൾ കാണുന്നു, അവൻ ഒരിടത്തോളം കാലം അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിലാക്കിയപ്പോൾ അവൻ അരാമിന്റെ സൈന്യം അവൻ പാർക്കുന്ന മല മൊത്തം കവർ ചെയ്തു. രാവിലെ അവൻ എലീശയുടെ ശിഷ്യൻ ഇറങ്ങി പുറത്തു നോക്കുമ്പോ ഫുൾ ആർമി സറൗണ്ട് ചെയ്തിരിക്കുകയാണ്. അവൻ ഈ പർവ്വതം മുഴുവനും അവൻ അത് കണ്ടിട്ട് അയ്യോ യജമാനനെ നമ്മൾ നശിച്ചു എന്ന് പറഞ്ഞിട്ട് ഓടി എലീശ അടുക്ക ചെല്ലുമ്പോൾ എലീശ എങ്ങനെയാണെന്നറിയാമോ? കൂൾ. കാരണം അതുകൊണ്ടാണ് പറയുന്നത് വെളിപ്പാടിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും അതുപോലെ തന്നെ ഹൃദയക്കണ്ണ് തുറന്നിരിക്കുന്ന അവസ്ഥ. അവിടെ പാനിക് ആകുന്നില്ല ആരാ? എലീശ. എലീശ is not getting panicked. എന്നാൽ ഈ ശിഷ്യന്റെ കണ്ണ് തുറന്നിട്ടില്ലാത്തതുകൊണ്ട് അവനങ്ങ് വിപരീതം. He's pulling hair and he's saying we are destroyed. കൂളായിട്ടിരിക്കാൻ കാരണം എന്താ? എലീശ. കാരണം ദൈവം അകത്തെ കണ്ണ് ഹൃദയദൃഷ്ടി എന്ത് ചെയ്തു? പ്രകാശിപ്പിച്ചു. The eyes of your heart be enlightened. ഉടനെ അവസാനം എലീശ ഒരു പ്രാർത്ഥന പറയുക, കർത്താവേ open his eyes. നമ്മൾ പാട്ടുണ്ടോ? Open the eyes of my heart. എന്റെ ഹൃദയത്തിന്റെ കണ്ണ് കർത്താവേ ഒന്ന് തുറക്കണേ. ഉടനെ ദൈവം അവന്റെ കണ്ണ് തുറന്നപ്പോൾ what is he saying? അവൻ എന്തോ കാണുന്നത്? അഗ്നിമയമായ രഥങ്ങളും ആ കുതിരകളും കൊണ്ട് അവർ പാർത്തിരിക്കുന്ന പർവ്വതം മുഴുവൻ വളർന്നിരിക്കുന്ന തീമതിലായി നിന്ന് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം. യു ഹാവ് ടു നോ ഹൂ യുവർ ഗാഡ് ഈസ്. ദൈവം ആരാണെന്ന് നീ അറിയണം. വിശ്വാസത്തെ കുറിച്ചും അവൻ സ്വന്തം വിശുദ്ധന്മാരുടെ സ്നേഹത്തെ കുറിച്ചും പൗലോസ് പ്രാർത്ഥിക്കുക, കർത്താവേ ഓപ്പൺ ദ ഐസ് ഓഫ് ദ ഹാർട്ട്. ദൈവത്തിന്റെ കണ്ണ് തുറക്കണം. അതുകൊണ്ട് ഹ്യൂമൻ വേയിൽ ജീവിക്കാതെ, റെഗുലർ വേൾഡിന്റെ ട്രെൻഡ് അനുസരിച്ച് ജീവിക്കാതെ, ലോകത്തിന്റെ തത്വചിന്ത അനുസരിച്ച് ജീവിക്കാതെ ഡിഫറെന്റ് ആയിരിക്കേണ്ട കണ്ണം അവളുടെ കണ്ണ് തുറക്കണം. ലോകത്തിന്റെ ചിന്തയാണ് എന്ത് ചെയ്യോ? വളഞ്ഞ ഉടനെ എന്ത് ചെയ്യോ? പെട്ടെന്ന് രാജാവിന്റെ അടുത്ത് ഇസ്രായേൽ രാജാവിന്റെ ആളേക്ക് സഹായത്തിന് സൈന്യം കൊണ്ടുപോവാ. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഇവിടെ പറയാ ബി സ്റ്റിൽ ആൻഡ് നോ ഐ ആം ഗുഡ് ഗാഡ്. അവൻ മിണ്ടാതെ 4-ാം സങ്കീർത്തനം ഹല്ലേലൂയ Psalm 4 മിണ്ടാതിരുന്ന് ഞാൻ ദൈവം. നീ കിടക്കമേൽ ധ്യാനിച്ച്
മൗനമായിരിക്കാം. ഹല്ലേലൂയ. ഞാനോ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം എന്റെ ഹൃദയത്തില്. ഇതാ പ്രശ്നങ്ങളുടെ മധ്യത്തില് ആനന്ദം. അവൻ സ്വന്തം സമയമില്ലല്ലോ, ഇങ്ങോട്ട് പോകട്ടെ. അവൻ സ്വന്തം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ചുറ്റും തീമതിലായി നിന്ന് പരിപാലിക്കുന്ന ഒരു അത്ഭുതമാനാം ദൈവം. നമുക്ക് എസ്കേൽ പ്രവചന പുറപ്പാട് പുസ്തകത്തില് നമ്മൾ വായിക്കുമ്പോൾ അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ മക്കള് എവിടെ നിന്ന് ഇറങ്ങി സുക്കോത്തിൽ നമ്മൾ യാത്ര പുറപ്പെട്ടിറങ്ങുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അവൻ അവരോടുകൂടെ പോകുന്ന ദൈവ സാന്നിധ്യം. ജസ്റ്റ് വാച്ച് ഔട്ട്. പകൽ മേഘസ്തംഭം, രാത്രി എന്തുവാ? അവർക്ക് ടോർച്ചില്ല, കൂടെ വരാൻ ആരുമില്ല, അവൻ GPS ഇല്ല. ഈ ദൈവം ഉള്ളപ്പോ പിന്നെ അന്നേരം ഈ മേഘസ്തംഭമുണ്ട്, അഗ്നിസ്തംഭമുണ്ട് രാത്രി. അന്നേരമായി മോശെ ഇസ്രായേൽ മക്കൾ കിടന്ന് പലരും വെക്കുന്നത്, അയ്യോ ഞങ്ങൾ നശിച്ചു, അയ്യോ ഞങ്ങൾ നശിച്ചു. മോശെ നിലവിളിക്കുക, എന്നാ കരയുന്നത്? കൈനെത്തി ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ. അവിടെ ക്രൈയും പ്രേയും അല്ല. God has opened you faith. നിനക്ക് വേണ്ടി വെളിപ്പെട്ട മേഘം നിനക്ക് കാണാം. മേഘം നിന്റെ മേലുണ്ട്. രാത്രി നിനക്ക് അഗ്നിത്തൂൺ നിനക്ക് വേണ്ടിയുണ്ട്. When I am in midst of you, you just go forward. വിശ്വാസം കൊണ്ടുപോ. അവൻ സ്വന്തം ചെയ്യുന്നു. അവൻ അങ്ങനെ ദൈവത്തിന് നമ്മൾ വായിക്കുമ്പോൾ തന്റെ ജനത്തിന് ചുറ്റും വേലി. പക്ഷെ ഈ വേലി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യാനാണ് കർത്താവ് ഈ വേലി തന്നിരിക്കുന്നത്. പക്ഷെ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നല്ലൊരു ശതമാനം വിശ്വാസ ജീവിതത്തിൽ ഈ വേലി ഫലവത്തായിട്ട് വന്നില്ല. നിങ്ങൾ നോക്കിയാൽ ഇഫ് യു ലുക്ക് അറ്റ് ജോസഫ്, കൃഷ്ണമോൾ നന്നായിട്ട് പ്രസംഗിച്ചു ചൊവ്വാഴ്ച. ജോസഫ് ദൈവം ഡ്രീം കൊടുത്തു. എന്തുവാ? പക്ഷെ അത് അവൻ എന്തുവാന്ന് പോലും അറിയത്തില്ല. അവൻ വിളിച്ചു പറഞ്ഞേ ഉള്ളൂ. എന്തുവാ? എന്റെ കറ്റ 2 ഡ്രീംസ്. അവൻ ഷീവ്സ് 12 എണ്ണം. അവന്റെ ഷീവ് എഴുന്നേറ്റ് നിന്നു. ബാക്കി 11 വീണ് നമസ്കരിച്ചു. അടുത്തത് അവൻ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും അവനെ നമസ്കരിക്കും. But he doesn't know what it's mean. പക്ഷേ അവനെ ആ പദ്ധതിയിലോട്ട് എത്തിക്കാൻ ദൈവം ചെയ്ത ആ വേലി നോക്കിയാൽ, ഫോർ മീ ഇറ്റ് ഈസ് ദി ഹെഡ്ജ്. കോസിനസും കംഫർട്ട് സോണും അല്ല നിന്റെ വേലി, അല്ലേ? It is not. Because God has divine plan for you, Joseph. Now you are unable to understand it, but നിന്നെ അതിനെ അണ്ടർസ്റ്റാൻഡ് ആക്കുന്ന സ്ഥലത്ത് നിന്നെ എത്തിക്കാൻ വേണ്ടിയാ നിങ്ങളുടെ ദൈവം ആ വേലി കെട്ടി. ആ വേലി തന്നെ ഇറ്റ് വാസ് നോട്ട് ഈസി വേലി. That's the വേലി of God's favor. പക്ഷേ ഇത് അപ്പം കൊടുത്ത വസ്ത്രമെല്ലാം കംഫർട്ട് സോണെല്ലാം പോയി. ശരി, അടിച്ചു ഉപദ്രവിച്ചു. He was beaten up. പൊട്ടക്കണ്ണിലിട്ടു. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ അതൊരു വേലിയ. നിന്നോടുള്ള ഫെയ്ത്ത്ഫുൾനെസ്സിന്റെ വേലി. എന്തോ God wants to bring you to that purpose what God has in His mind for you. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാനിൽ നിന്ന് എത്തിക്കാൻ ജാഗരിക്കുന്ന ഒരു ദൈവമാ. അവൻ ജാഗരിക്കുന്ന ഒരു ദൈവമാ. അവിടുന്ന് തീർന്നോ? ഇല്ല. അവിടുന്ന് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് അവൻ he was being sold as a slave. എന്തൊക്കെ ഇൻകംഫർട്ടാ, എന്ത് പെയിനാ, എന്ത് മാനസിക വേദന. ഇറ്റ് വാസ് സോ ടഫ്. ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന്റെ എല്ലാം മധ്യത്തില് ബൈബിൾ പറയാ he praised God. അതെങ്ങനെ അറിയാം? Psalm 81 വായിക്കുമ്പോൾ that was his testimony. ദൈവം യോസേഫിനെ ഒരു സാക്ഷ്യമായിട്ട് നിയമിച്ചു. എങ്ങോട്ട് പോകുമ്പോഴാണ്? മിസ്രയീം ദേശത്തിന് നേരെ പോകുമ്പോൾ. എങ്ങനെയാ പോകുന്നത്? രാജാവായിട്ടല്ല പോകുന്നത്, അടിമയായിട്ട് പോകുമ്പോൾ. അവൻ നടുവിലൊക്കെ ചുട്ടുപഴുത്ത അവരുടെ സൈന്യമൊക്കെ പൊള്ളിച്ച് ചെരുപ്പില്ലാതെ ചുട്ടുപഴുത്ത മണലാൽ അതുവരെ അപ്പന്റെ കോസിനസ് അനുഭവിച്ചവനാ. എന്തൊരു ടച്ചറിയിലേക്ക് അവൻ വീഴുന്നത്. ബൈബിൾ പറയുക, കാഹളമൂതണം എപ്പോഴാ? ആ പൗർണമാസിയിലും ഉത്സവ ദിവസമായ അവൻ പൗർണമാസിയിൽ ദൈവത്തെ എന്ത് എല്ലാം നെഗറ്റീവായിരിക്കും. ജസ്റ്റ് വർഷിപ്പ് ഹിം, പ്രൈസ് ഹിം. അങ്ങനെ വർഷിപ്പ് ചെയ്യുമ്പോൾ കൈകൾ കൊട്ട വിട്ട് ഒഴിഞ്ഞു. ബർഡൻ മാറും. അവിടെ നീ അറിയാത്തൊരു ഭാഷ കേൾക്കും. അവൻ മിസ്രൈമിലെ അന്യഭാഷ ഞാൻ അങ്ങ് വിശ്വസിക്കുന്ന കർത്താവെ ആത്മാവിൽ തന്നെ അന്യഭാഷയിൽ ആരാധിക്കും. യു വിൽ വർഷിപ്പ് ഇൻ അൺനോൺ ടങ്സ്. അപ്പൊ കൈകൾ കൊട്ട വിട്ട് നീ ബർഡൻ നിന്നെ വിട്ടുമാറും. നീ ഫ്രീ ആകും. നിനക്ക് നന്മകൾ. എന്റെ അവസാനം അവനെ നടത്തി പൊത്തിമന്റെ വീട്ടിൽ അവിടെ അടിമച്ചന്തയെ വിറ്റ് പൊത്തിമന്റെ അവിടെ എല്ലാം കർത്താവ് കൂടെ ഇരുന്നു.
അവസാനം അവനെ പ്രിസൺ ഇട്ടു. എത്ര 13 വർഷം പ്രിസണിൽ കിടക്കുമ്പോൾ അവിടെ കർത്താവ് കൂടി. ഇതിനു മുമ്പ് വരെ ഡ്രീം കാണുന്നുണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് അവന്റെ വിഷയം മാത്രം മറ്റുള്ളവരുടെ ഡ്രീംസ് കൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യത്തക്കാണ് അവനെ എന്ത് ചെയ്തു. അതാണ് വിശ്വസ്തയുടെ വേലി. കംഫർട്ട് സോൺ ആയിരിക്കത്തില്ല, ബട്ട് യു ഗോഡ് വിൽ പുട്ട് യു ഇൻ അൺകംഫർട്ടബിൾ സോൺസ്. എന്തിനാണെന്നറിയാമോ? God want to teach you certain things. എന്നാൽ ദൈവത്തിന് വലിയ പ്ലാനാണ് ഇതിനെ കുറിച്ച്. നിങ്ങള് മീഡിയോക്കർ പ്ലാനിൽ പോകുമ്പോൾ നോ 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 നോ, നിന്റെ കൂട്ട് ജനത്തെ രക്ഷിക്കാനുള്ളവളാണ് നീ. നിന്റെ കൂടെയുള്ള കുടുംബങ്ങളെ, നിന്നെ വെറുക്കുന്നവരെ സംരക്ഷിക്കേണ്ടവളാണ് നീ, സംരക്ഷിക്കേണ്ടവനാണ് നീ. പട്ടിണി വന്ന് ദേശത്തെ നശിപ്പിക്കുമ്പോൾ നിന്റെ കുടുംബത്തെ പരിപാലിക്കേണ്ടവനാണ് നീ. നീ അപ്പന്റെ സ്നേഹം അനുഭവിച്ച്, സുഖം അനുഭവിച്ച്, ഭർത്താവിന്റെ ലാളനെ അനുഭവിച്ച് കിടന്നാൽ കാര്യം നടക്കത്തില്ല. God has to use you. അതുകൊണ്ട് ഇതിൽ കൂടി വിട്ടേ പറ്റുള്ളൂ. അവസാനം നിങ്ങൾക്കറിയാം എന്ത് പറ്റിയെന്ന്. മിസ്രൈമിൽ ആരായിട്ട് വാണു? പറവാൻ കഴിഞ്ഞ രണ്ടാമതല്ല, അവനാണ് അവിടുത്തെ കാര്യമെല്ലാം എന്ത് ചെയ്തത്, നടത്തിയത്. അങ്ങനെയെങ്കിൽ ഞാൻ പെട്ടെന്ന് പറയാം, ചൊവ്വാഴ്ച ചിന്തിക്കാം. സ്വന്തം ഈ ഹെഡ് ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റും ഉറപ്പുവരുത്താൻ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഒന്നാമത്തെ കാര്യം സ്വന്തം ചെയ്യുന്നു, ക്രിസ്തുവിൽ നമ്മൾ വസിക്കണം. റിമെയിൻ ഇൻ മീ. എന്നിൽ നിങ്ങൾ വസിക്കണം. എന്നിൽ വസിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യു കനോട്ട് ബി ഫ്രൂട്ട്ഫുൾ, വളരാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം അവൻ വസിക്കണം. നമുക്ക് ചൊവ്വാഴ്ച ചിന്തിക്കാം. അടുത്തത് ഹൃദയത്തെ കാക്കണം. യു ഹാവ് ടു പ്രൊട്ടക്ട് യുവർ ഹാർട്ട്. അവിടെ അറ്റാക്ക് ചെയ്യുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ പഠിപ്പിക്കുമ്പോൾ ഒന്നിനെ കുറിച്ച് എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും സ്തോത്രത്താലും സ്വന്തം നിങ്ങളുടെ അപേക്ഷ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. അങ്ങനെ വരുമ്പോൾ സ്വന്തം ചെയ്യുന്നു. ആ വാക്യം ഒന്ന് വായിക്കാമോ മോളെ? സ്വന്തം റീബ ഒന്ന് വായിച്ചാൽ ഫിലിപ്പിയൻസ് ചാപ്റ്റർ എത്രയായിരുന്നു, 5 verse 4 through 1 നോക്കിയേ. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4 അതിന്റെ 4-ാം അധ്യായത്തിന്റെ അതിന്റെ 4 മുതൽ വായിച്ചു. 4 through down and 7 till 7. Okay, Philippians 5. 4 Philippians 4 from 4 to 7. Philippians chapter 4, 7. 4 to 7, yes. Rejoice in the Lord always. Rejoice in the Lord always. I will say it again, rejoice. I will say it again, rejoice. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. Say it again. അടുത്ത വാക്യം. Let your graciousness be known to everyone. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. The Lord is near. ഇന്ന് പകൽക്കാലം ഓർത്തോ, കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു. അടുത്ത വാക്യം. Don't worry about anything, but in everything through prayer and petition with thanksgiving, let your requests be made known to God. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും എങ്ങനെ? ത്രൂ ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ്ഗിവിംഗ് ലെറ്റ് യുവർ റിക്വസ്റ്റ് ബി മെയ്ഡ് അൺടു ഗോഡ്. പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്തിനാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 7-ാമത്തെ വാക്യം വായിച്ചു എടുത്തതാ. And the peace of God, which surpasses every thought, will guard your hearts and minds in Christ Jesus. നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു, ഒരു മർമ്മം പോൾ പറയുക. അങ്ങനെ ചെയ്താൽ സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം എന്തോത്തേക്കാക്കുമെന്നാ പറഞ്ഞേ? നിങ്ങളുടെ ഹൃദയങ്ങളെയും നിങ്ങളുടെ തോട്ടിനെയും. ഡബിൾ അറ്റാക്ക് ചെയ്യുന്ന എവിടെയെന്നറിയാമോ? ഹൃദയത്തിലും നിങ്ങളുടെ ചിന്തയിലും. ഇവിടെ അവൻ അറ്റാക്ക് ചെയ്യുന്നത്. അവിടെ നിന്നെ കീഴടക്കിയ കംപ്ലീറ്റ്. അപ്പോൾ ഈ പ്രാർത്ഥനയാൽ സ്തോത്രത്തോട് ദൈവത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തി സന്തോഷിച്ച് സ്തോത്രത്തോട് when you let known your request unto him, God will protect your mind and your heart. നിന്റെ ചിന്തകളെയും നിന്റെ ഹൃദയത്തെയും ദൈവം പ്രൊട്ടക്ട് ചെയ്യും. ഇന്ന് പകൽക്കാലം ആ സംരക്ഷണം നമുക്ക് ആവശ്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഓർക്കുക, സ്വന്തം ക്രിസ്തുവിൽ റിമെയിൻ ചെയ്യുക. റിമെയിൻ ഇൻ ക്രൈസ്റ്റ് ഡെയിലി. ഈ വേലി വളർത്താൻ, അത് നഷ്ടമാകാൻ സൂക്ഷിക്കാൻ. 2, സ്വന്തം ചെയ്യുന്നു ഗാർഡ് യുവർ ഹാർട്ട്. ഹൃദയത്തെ സൂക്ഷിക്കണം. ഏക വഴി സൂക്ഷിക്കാനുള്ള വഴിയാ പോള് ഫിലിപ്പീൻസിൽ പറയുന്നത്. അടുത്തത് സ്റ്റേ ഇൻ ഗാഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തില് റിമെയിൻ ചെയ്യും. ഈ വചനം വായിച്ച് മർമ്മങ്ങൾ ഗ്രഹിക്കാതെ സ്പിരിച്വലി ഗ്രോ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ചുമ്മാ ബുദ്ധിന്ന് പറ്റത്തില്ല, ഹോളി സ്പിരിറ്റിൽ കൂടി. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രാർത്ഥനയുടെ ഒരു ജീവിതം. മെയിൻറ്റെയിൻ എ ലൈഫ് ഓഫ് പ്രയർ. പ്രാർത്ഥനയുടെ ഒരു ജീവിതം നമ്മൾ സ്വന്തം ജീവിതത്തിൽ തുടരുവാനിടയായി തരും. അടുത്തത്
ദൈവത്തിന്റെ സർവായുധ വർഗം എന്ത് ചെയ്യണം? ധരിക്കണം. Ephesians chapter 6, put on the full armor of God. 1-2 പോരാ, to put the full armor of God. അടുത്തതായിട്ട് walk in obedience. എപ്പോഴും ചോദ്യം ചെയ്യാതെ അനുസരിക്കണം. ഒബീഡിയൻസ്. എന്തിനെന്ന് ഞാൻ ചോദിക്കത്തില്ല. കർത്താവേ, I will walk whatever path I want to go. It's not easy. ജോസഫ് അത് ചോദ്യം ചെയ്യാതെ നടന്നപ്പോൾ, ഇല്ലെങ്കിൽ അങ്ങനെ ബ്രേക്ക് ചെയ്ത് ഇട്ടേച്ച് പോകായിരുന്നു. He did not. He tried, but God did not allow him. കാരണം ദൈവത്തിന്റെ പർപ്പസിലേക്ക് എത്തിക്കാൻ വേണ്ടിയാ. അപ്പോൾ ഓർത്തോണം, വിത്ത് ഒബീഡിയൻസ്, വാക്ക് ഇൻ ഒബീഡിയൻസ്, ചോദ്യം ചെയ്യാതെ. അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്വന്തം കൂട്ടായ്മ ആചരിക്കണം. ട്രൈ നോട്ട് ടു ഇഗ്നോർ ഫെലോഷിപ്പ്. എവിടെയൊക്കെ കൂട്ടായ്മ ആചരിക്കാൻ, ചുമ്മാ പ്രാർത്ഥന പറഞ്ഞല്ല, കൂട്ടായ്മ ഫെലോഷിപ്പ്. യു ഓൾ ഹാസ് ടു ഇൻവോൾവ് ഇൻ ദ വർഷിപ്പ്. കാരണം മറ്റൊരു സമയം വന്ന് കാഴ്ച കണ്ടിട്ട് പോകും, അതിനല്ല വിളിക്കുന്നത്. ഇതൊരു സാക്ഷ്യം പറയുമ്പോൾ, പ്രബോധനം പറയുമ്പോൾ, ഞാൻ പറയും, നിങ്ങൾ വചനത്തിൽ പറയണം. ചിലപ്പോൾ ഒരു പാസ്റ്റർ പ്രസംഗമായിരിക്കും, നിങ്ങൾ പറയുന്ന ഒരു വാക്യം ഡോക്ടർ ഷെറി മിണ്ടാതിരുന്നെങ്കിൽ ആ വാക്യം സിസ്റ്റർ കിട്ടും. ഒരിക്കലും ഇല്ല. സിസ്റ്ററിന് തന്ന വെളിപ്പാട് എഴുന്നേറ്റ് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരാൾ ബലപ്പെടുത്തില്ല. നിങ്ങളുടെ സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം എന്ത് ചെയ്യണം? ഫെലോഷിപ്പ് എന്ന് പറയുന്നത് അതല്ലാതെ ഒന്നൊരു പാസ്റ്റർ വന്ന് എല്ലാവരും ഇരുത്തി പ്രസംഗിക്കുന്നതല്ല ഫെലോഷിപ്പ്. തമ്മിൽ ആത്മീയ വർധനം വരുത്തണം. അതുകൊണ്ട് എബ്രായലേഖനം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സഭായോഗങ്ങളെ ഉപേക്ഷയായിട്ട്, പക്ഷെ അവിടെ പറയുമ്പോൾ തമ്മിൽ ആത്മീയ വർധനം വരുത്തണം. ഇവിടെ വന്ന് പാസ്റ്റർ മാത്രം കുത്തിയത് പ്രവാചകൻ വന്ന് കൈവച്ച് പോകുന്ന കാര്യമല്ല. യു എഡിഫൈ ഈച്ച് അതർ. അതെല്ലാവരും നിന്ന് ശുശ്രൂഷിക്കുമ്പോഴേ കഴിയത്തുള്ളൂ. ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴേ കഴിയത്തുള്ളൂ. ആ കൂട്ടായ്മ ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. സോ ഫെലോഷിപ്പ് വിത്ത് അതർ ബിലീവേഴ്സ്. അടുത്ത പറയുന്നു, സ്വന്തം ചെയ്യുന്നു, ഈ ഇടയ്ക്ക് വേലി പൊളിക്കും ശത്രു. നീ ബ്രീച്ചിൽ കാക്കണം. അതാ കാവൽക്കാരനെ പോലെ വേലി പൊളിക്കുക. ശത്രു വന്ന് ചെറുകുറുക്കന്മാർ കയറി ദൈവത്തിന്റെ കൃഷിയാകുന്ന തോട്ടത്തെ നശിപ്പിക്കാതെ ബ്രീച്ച് നിൽക്കണം, നീടുകൾ നിൽക്കണം. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സ്വന്തം ചെയ്യുന്നു. യേശു ശിഷ്യന്മാരെ വിളിച്ചു പോകുമ്പോൾ പത്രോസിനെ അന്തർവേഷം വിളിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വിളിക്കുന്ന ആരെയാണെന്നറിയാമോ? സെബദി മക്കളെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അവരെന്തോ ചെയ്യുമായിരുന്നു അറിയാമോ? വിളിക്കുമ്പോ വല കെട്ടുകയായിരുന്നു. ബ്രീച്ച് നിൽക്കുന്നവര് വേണം. തകർന്നു പോകാനും ഒരു സമയം പ്രശ്നം ഉണ്ടായാൽ വീണ്ടും അതിനെ പൊളിച്ചു കളയുന്നവരാകല്ലേ ബ്രീച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളാകുന്ന കൃഷിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, വേലി ബ്രീച്ച് ചെയ്യുന്ന വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ നിന്ന് അതിനെ മെന്റ് ചെയ്യുന്നവരാണ്. ഇല്ലെങ്കിൽ എന്താ വെച്ച് പറയാമോ? അവൻ നുഴഞ്ഞു കയറും. പിശാചിനിടം കൊടുക്കരുത് പറയും. ഇന്ന് പകൽക്കാലം ചില വാക്കോട് നിർത്തിയ സമയം പോയതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ നേൽപ്പിക്കാം. അദ്ദേഹം പറയാം, കർത്താവേ, ഗ്രോത്തുള്ള ബന്ധത്തിൽ വേലി ഞങ്ങളെ പഠിപ്പിക്കണേ. ആ വേലി നിലനിർത്താൻ ഞങ്ങൾക്ക് കൃപ തരണേ. അതിനുവേണ്ടി കർത്താവേ സ്തോത്രം ചെയ്യുന്നു. നിന്നിൽ വസിപ്പാൻ ദിവസവും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ കാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൽ നിലനിൽക്കാൻ ഞങ്ങളെ സഹായിക്കണേ. സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാർത്ഥനയുടെ ജീവിതം തുടരാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും ദൈവത്തിന്റെ സർവായുധവർഗം ധരിപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. അതുപോലെ തന്നെ അനുസരണത്തിൽ ചോദ്യം ചെയ്യാതെ ഏത് കഷ്ടമാണേലും സ്തോത്രം അനുസരണത്തിൽ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടായ്മയെ ഉപേക്ഷയായി വിചാരിക്കാതെ വണ്ണം മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. അതുപോലെ ആത്മീക വേലി പൊളിക്കപ്പെടുന്ന അവസരങ്ങൾ വരുമ്പോൾ ഇടിവിൽ നിന്നത് തുന്നുന്നവരാകാൻ, ശത്രു നുഴഞ്ഞു കയറാൻ സമ്മതിക്കാതെ എവിടെയൊക്കെ ഞങ്ങളുടെ ആത്മീയ വേലി പൊളിഞ്ഞു കിടക്കുന്നു അതിനെ പണിയുന്നവരാക്കി തീരാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. കാരണം ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവേ, അങ്ങാകുന്ന തലയോളം വളർന്ന് കാഹളം ധരിക്കും അങ്ങയോടൊപ്പം നെറ്റിയിൽ കാണാൻ. എന്ന പകൽ കലപ്പുരിയുള്ളവരെ കർത്താവിന്റെ ഒരു സമീപമായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് ഒരു ഗാനം പാടി ആരാധിച്ച് പിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ ദൈവത്തോട് പറയാൻ, കർത്താവെ, ഞങ്ങൾ ഞായറാഴ്ച വന്നത് ജസ്റ്റ് ആരാധിച്ചു പോകാനല്ല, അത്യുന്നതനായ ദൈവത്തിന്റെ മറവിൽ സ്വന്തം ചെയ്യുന്നു. സർവശക്തന്റെ നിഴൽക്കിൽ കോട്ടയായവനിലെ സങ്കേതനായവന്റെ സന്നിധിയിൽ ഒന്ന് വസിക്കാൻ. എന്നിട്ട് എന്തിനാ ഞാൻ ആശ്രയിക്കുന്ന പാറ, എന്റെ രക്ഷ, എന്റെ വെളിച്ചം, ഞാൻ ആരെ പേടിക്കും? സ്വന്തം ചെയ്യുന്നു. കർത്തനന്റെ അഭയം, ഇടയ ശ്രേഷ്ഠൻ ക്രിസ്തു, വീര്യപൂജൻ ഉള്ളോ, എന്നെ കൈപിടിച്ച് നടത്തുമെന്ന് ഉറപ്പോടെ നടന്ന് നിത്യനിരത്താൻ എന്നെ സഹായിക്കണമെന്ന് പാടാം. ദിവസം എഴുന്നേറ്റുന്ന ഗാനം പാടി കർത്താവിനെ ആരാധിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. In the shelter of the Most High, the shadow of the Almighty, He who is my fortress and refuge, in His presence I will dwell. എന്ന് പറയും, the rock in whom I trust, the light of my salvation, whom shall I fear? The Lord is my shelter, Christ, the perfect shepherd.
will hold my hand with his mighty arm and guide me. നയിക്കുന്നവന്റെ കയ്യിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തോട് പറയാൻ, കർത്താവേ അബേരിയായി ഞങ്ങളുടെ ചുറ്റും നിന്ന് പരിപാലിച്ച് അങ്ങ് വരുമ്പോൾ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നുണ്ട്, അന്തപരങ്ങളിൽ കാണപ്പെടാൻ ഒരുക്കണേ എന്ന് സമർപ്പിച്ച് എഴുന്നേറ്റ് ഗാനം പാടി ആരാധിച്ച് നമുക്ക് ഒരുങ്ങി പോകാം. ആമേൻ. സ്വന്തം ചെയ്യുന്നു. ആമേൻ. അത്യുന്നതനാം ദൈവത്തിന്റെ മറവിൽ എല്ലാവർക്കും എഴുന്നേറ്റ് കഴിച്ചു പാടാം. Baby